ഇപ്പോൾ പെരുമ്പാമ്പിനെ പിടികൂടിയിട്ടുള്ള കോഴിക്കോടിന് സമീപമാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇന്ന് ഇവിടെ നിന്നാണ് വലിയൊരു പെരുമ്പാമ്പിനെ പിടികൂടിയിട്ടുള്ളത്. 2 കോഴിയാണ് ഇവിടുന്ന് പെരുമ്പാമ്പ് വിഴുങ്ങിയിട്ടുള്ളത്. രാവിലെ സൗണ്ട് കേട്ട് വന്ന് നോക്കുന്ന സമയത്ത് കോഴീനെ വിഴുങ്ങി ഇവിടെ കിടക്കുകയായിരുന്നു പെരുമ്പാമ്പ്. ഇറങ്ങിയ നല്ല മോനായിട്ട് ഇറങ്ങിയ വീഡിയോ എടുക്കുന്നില്ലേ മോനെ? അപ്പോൾ ഒരു 2 കോഴിനെ വിഴുങ്ങുകയും അതിലൊന്നിനെ വൊമിറ്റ് ചെയ്യുകയും ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം ഉടനെ ഫോറസ്റ്റിനെ വിളിച്ചറിയിക്കുകയും അവർ വന്ന് പിടികൂടിയ ദൃശ്യങ്ങളാണ് കുറച്ച് മുന്നേ നമ്മൾ കണ്ടത്. അപ്പോൾ ഇതിന് മുന്നേ ഇവിടെ എങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 5-10 വർഷം മുമ്പേ ഇതുപോലൊരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷെ അന്ന് ഇതിലും വലിപ്പമുള്ളതായിരുന്നു. അപ്പോൾ അത്ര വലിപ്പമില്ലെങ്കിലും എന്നാലും അത്യാവശ്യം വലിപ്പമുള്ളൊരു പെരുമ്പാമ്പിനെ തന്നെയാണ് ഇന്ന് രാവിലെ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നോക്കിയ ഇത്രയും കമ്പി ഇതുകൊണ്ട് സുരക്ഷിതമായിട്ടുള്ള കമ്പി വലകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിലൊരു ഒഴിവോ ഒന്നുമില്ല. അതേസമയം ഇവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലോക്ക് ചെയ്തിട്ടാണുള്ളത്. എല്ലാം കൊണ്ടും സുരക്ഷിതമായിട്ടാണ്. ഇതിനകത്തേക്ക് ഒരു എന്താ പറയുക, അത്രയും ഒരു മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഒന്നൊരു ചെറിയ ജീവികൾക്ക് മാത്രമേ കയറാൻ കഴിയുള്ളൂ. ചെറിയ പുഴു അതുപോലുള്ളതിനൊക്കെ കയറാൻ കഴിയുള്ളൂ. അല്ലാതെ ഒരു പാമ്പിന് കയറാനുള്ളതൊന്നും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതേസമയം ഇത് കയറിയ വഴി നോക്കി ഇവിടെ ഈ കാലിൻ്റെ ഇതിലൂടെ വന്നു എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ഈ നൈസായിട്ടുള്ള ഇതിൽ കൂടിയാണോ ഇത് വന്നിട്ടുണ്ടാകുക, അല്ലെങ്കിൽ നേരെ കൂടിയാണോ ഇത് വന്നിട്ടുണ്ടാകുക, എന്നിട്ട് അത് വന്ന വഴി ഇങ്ങോട്ട് നോക്കി ഇത് വഴി കയറി അകത്ത് പോയി എന്നുള്ളതാണ്. ഇവിടെ ശരിക്കും പറയാൻ വെച്ചാൽ ഗ്യാപ്പ് ആകെ 1-2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് മാത്രമേ ഇവിടെ ഉള്ളൂ. അതിനുള്ളിലൂടെ വലിയൊരു പാമ്പ് അകത്ത് കയറി എന്ന് പറയുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ശരിക്കും പറയാൻ വെച്ചാൽ ഈ പെരുമ്പാമ്പിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഒരുപാട് കരുതേണ്ടതായിട്ടുണ്ട്, ഒരുപാട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ വരില്ല എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് പോലും ഇത് ഏതെങ്കിലും രീതിയിൽ നുഴഞ്ഞെത്തും എന്നാണ് നമുക്ക് അനുഭവങ്ങളിലൂടെ വ്യക്തമാകുന്നത്.